നെയ്യാറ്റിൻകരയിൽ ഗോപൻ സമാധി കേസിൽ അന്വേഷണം ഊർജിതം. മരിച്ച ഗോപൻ സ്വാമിയുടെ സമാധി കല്ല് തുറന്നുള്ള പരിശോധന ഇന്നുണ്ടായേക്കും. ബന്ധുക്കളുടെ മൊഴികളിലെ വൈരുദ്ധ്യം പോലീസ് പരിശോധിക്കുകയാണ്. നെയ്യാറ്റിൻകരയിൽ കഴിഞ്ഞ ദിവസം നടന്നുപോയി സമാധിയായി എന്ന് പറയപ്പെടുന്ന ഗോപൻ സ്വാമിയുടെ തിരോധാനത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. മകൻ രാജസേനന്റെ പ്രതികരണങ്ങളും അയൽവാസിയുടെ പരാതിയടക്കം നിരീക്ഷിച്ചുമാണ് പോലീസ് മുന്നോട്ട് നീങ്ങുന്നത്. വയോധികനായ ഗോപൻ സ്വാമി നടന്നുപോയി സ്വയം സമാധിയായി എന്നാണ് കുടുംബം പറയുന്നത്. അതേസമയം ഗോപൻ സ്വാമി നാളുകളായി കിടപ്പിലായിരുന്നുവെന്ന് ബന്ധു പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ദുരൂഹതകൾ നീക്കാൻ പോലീസ് ഒരുങ്ങുന്നത്. അന്വേഷണം നടത്തുന്ന പോലീസ് റിപ്പോർട്ട് തിരുവനന്തപുരം സബ് കളക്ടർക്ക് നൽകിയിട്ടുണ്ട്. തുടർ നടപടികൾക്ക് തഹസീൽദാർക്ക് റിപ്പോർട്ട് കൈമാറി. സിമന്റ് തറ പൊളിച്ചുള്ള പരിശോധന ഇന്നോ നാളെയോ നടക്കും. ഇതോടെ സമാധിയാണോ മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്ന് കണ്ടെത്താനാകുമെന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. നിലവിൽ കുടുംബാംഗങ്ങളെ കൂടുതൽ ചോദ്യം ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടില്ല. കല്ലറ തുറക്കുന്നതോടെ സംശയങ്ങൾ ഉണ്ടായാൽ മറ്റ് നിയമ നടപടികൾ പോലീസ് സ്വീകരിക്കും. ജനം, തിരുവനന്തപുരം.